നമസ്കാരം. ദ കിങ് ഈസ് ബാക്ക്. വിരാട് കോഹ്ലി തിരിച്ചു വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ കാളൻ ആരെന്ന് ചോദിച്ചാൽ മറ്റൊരിടത്തും പോണ്ട മറുപടി ഒന്നേ ഉള്ളൂ, അത് വിരാട് കോഹ്ലി. അങ്ങനെ ദ കിങ്, നമ്മുടെ ഒണ്ണി ദ കിങ് വിരാട് കോഹ്ലി തിരിച്ചു വന്നിരിക്കുന്നു സെഞ്ചുറിയോടുകൂടി. അതും നമ്മുടെ സ്ഥിരവൈരികളായ പാകിസ്ഥാനെതിരായിട്ട്. പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേ വിരാട് കോഹ്ലിയുടെ രക്തം തിളയ്ക്കും. ഇന്ന് തിളച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഈ പറയുന്ന വസീം അക്രം ഒരാഴ്ചക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ വസീം അക്രം ചോദിച്ചു, വിരാട് കോഹ്ലി ഇപ്പം ഫോം അല്ലല്ലോ, എന്തുകൊണ്ട് വിരാട് കോഹ്ലിയെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ വസീം അക്രം പറഞ്ഞൊരു വാക്കുണ്ട്, പാകിസ്ഥാനല്ലേ അവൻ അന്ന് ഹോമാവുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വിരാട് കോഹ്ലിക്ക് ഒരു പ്രത്യേക എനർജിയാണ്. ഒരു എഡ്ജടിച്ച് പൊങ്ങിപ്പോയി എന്നുള്ളതല്ലാതെ കിടിലമായിട്ട് ഇന്ന് കളിച്ചു. 51ാമത്തെ സെഞ്ചുറി. എത്ര കാലമായിടാ നമ്മൾ ഈ സെഞ്ചുറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെ? എത്ര കാലം കൊണ്ട് ഫോം ഔട്ട് ആയി നമ്മൾ പറഞ്ഞു പോകും. എല്ലാവരും ഫോം ഔട്ടായ ഇനിയിപ്പോ വിരാട് കോഹ്ലി അല്ല, രോഹിത് ശർമ്മ, സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും കൂടി തുടർച്ചയായിട്ട് ഫോം ഔട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നമുക്ക് ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചു വരുമ്പോ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടും ചെയ്യും, അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. അതിനോടൊപ്പം പാകിസ്ഥാനെ എടുത്ത് പുറത്തിറങ്ങിയിരിക്കുന്നു. പാക്കിനെ ഇഷ്ടപ്പെടുന്ന പാക് പ്രേമികൾ ഉണ്ടെങ്കിൽ വരൂ, മോങ്ങിട്ട് പോകൂ, ഒന്ന് കരഞ്ഞിട്ട് പോകൂ, നിങ്ങൾക്ക് കരയാനുള്ള അവസരമുണ്ട്. വന്ന് കമന്റ് ബോക്സിൽ വരൂ, വന്നൊന്ന് കരഞ്ഞിട്ട് പോകൂ. അങ്ങനെ ദ കിങ് ഓൺലി ദ കിങ് നമ്മുടെ കിങ് കോഹ്ലി വന്നടാ 51ാമത്തെ സെഞ്ചുറി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ സെഞ്ചുറി അടിക്കുമെന്ന് ഞാനിങ്ങനെ അന്തമിട്ടിരിക്കുകയാണ്. കർത്താവ് അവൻ അടിക്കുവോ, എന്ത് ചെയ്യാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോ 3 റൺസ് എന്തോ മതി, ഇവന് 4 റൺസ് വേണം. പക്ഷെ അവസാന ബോളിൽ എന്ത് ചെയ്തു, ലാസ്റ്റ് ഒരു 4 അടിച്ചുകൊണ്ട് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. കോഹ്ലി അങ്ങനെ എന്ത് ചെയ്തു, തന്റെ 51ാമത്തെ സെഞ്ചുറി തയ്ക്കുകയും ചെയ്തു. അതൊക്കെ പോട്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ആഘോഷമാണ്. എന്തായാലും നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു മാച്ചായിരുന്നു. പാകിസ്ഥാനെ അടിച്ച് തൂറിച്ച് നാണം കെടുത്തിയാണ് പറഞ്ഞു വിട്ടത്. ഇനി അവന്മാർക്ക് പാകിസ്ഥാനിലൊക്കെ കാല് കുത്താൻ പറ്റത്തില്ല അമ്മാതിരി. കാരണം എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലും ഒരു ഫൈറ്റ് കാണും. ഇന്നത്തെ മത്സരങ്ങളിൽ ഫൈറ്റേ ഇല്ലായിരുന്നു. 1 സൈഡഡ് ആയിട്ടാണ് ഇന്ത്യ വിജയിച്ചത്. അത് ബൗളിംഗ് ആയിക്കോട്ടെ, ഫീൽഡിംഗ് ആയിക്കോട്ടെ, ബാറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ നിലം തൊടിയിക്കാതെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ജയിച്ചത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ കാല് കുത്താൻ അനുവദിക്കില്ല. അവർ എത്ര ടിവികൾ എറിഞ്ഞു പൊട്ടിച്ചെന്ന് അറിഞ്ഞൂടാ, എത്ര പേരെ അടിച്ചു പൊട്ടിച്ചെന്ന് അറിഞ്ഞൂടാ. ആ രീതിയിൽ യുവമാർ അവിടെ ചിലപ്പോൾ യുവമാരെ കൊലു വിളിക്കും. വേറെ ആരെടുത്ത് തോറ്റിലും കുഴപ്പമില്ല, ഇന്ത്യയുടെ അടുത്ത്. അതും ഇതുപോലെ ഇങ്ങനെ ഗതികെട്ട് നാറിയ രീതിയിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ വെച്ചേക്കൂടെ. ഈ 46ാമത്തെ ഓവറിലാണ് ഇന്ത്യ ജയിച്ചിരുന്നത്. വെറും 3 വിക്കറ്റില്ലേ, 4 വിക്കറ്റ് പോയി. 4 വിക്കറ്റിലാണ് 6 വിക്കറ്റിന്റെ വിജയം. 4 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കുന്നത് ഹാർദിക് പാണ്ഡ്യ. അണ്ണ നിനക്ക് എന്തൊരു കുശുമ്പടയാണ് ഈ ഹാർദിക് പാണ്ഡ്യക്ക്. നീ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ചെയ്യുന്നത്. നീ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ആരെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഇറങ്ങി വന്നവന് ഭയങ്കര കുരുവാണ്. അപ്പൊ പിന്നെ ഭയങ്കര ജാടയാണ്. അവൻ ഒന്നങ്ങ് അടിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സെഞ്ചുറിക്ക് വേണ്ടി ഇന്ന് കളിക്കുന്ന വ്യക്തിയുള്ള, അതുകൊണ്ട് അവൻ അങ്ങ് അടിക്കുന്നു. എന്തോന്നടേ ഇത്, ഒരു മര്യാദ വേണ്ടേ? കൂടെ എന്തായാലും ഇന്ത്യ ജയിക്കുമല്ലോ, എന്തായാലും ഇന്ത്യ ജയിക്കും, മനസ്സിലായോ? അവനാണെങ്കിൽ ഈ വിരാട് കോഹ്ലി ആണെങ്കിൽ കുറെ കാലം കൊണ്ട് ഒരു സെഞ്ചുറി പറക്കാതെ, ആ ഒരു ആത്മവിശ്വാസം കിട്ടാതെ, ഒരു കോൺഫിഡൻസ് കിട്ടാതെ അങ്ങനെ നിൽക്കുന്ന വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടുമ്പോൾ നീ എന്തിനാ അവിടെ വന്ന് ഈ കുശുമ്പ് കാണിക്കുന്നത്? അതിന്റെ ഇടയിൽ കൂടെ അവൻ 4 അടിക്കുന്നു, 6 അടിക്കുന്നു. അയ്യോ വലിയ കഷ്ടം തന്നെ. അതിന്റെ ഒരു കുറച്ച കിണിയും. ആ ദൈവമായിട്ടാണ് അവനെ ഔട്ടാക്കി വിട്ടത്. അവൻ ഔട്ടാക്കിയപ്പോൾ ഗാലറിയിലെ കൈയടിയുണ്ടോ? ഈ പറയുന്ന അക്സർ പട്ടേൽ ഒന്ന് ഓരോ സിംഗിൾ എടുത്തപ്പോൾ ഗാലറിയിലെ കൈയടിയുണ്ടോ? എടാ, അങ്ങനെയാണ് വേണ്ടത്. നമുക്കറിയാം, നമുക്ക് രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കേണ്ടത്. പക്ഷേ രാജ്യം എന്തായാലും ജയിക്കുമല്ലോ. എന്തായാലും ഇപ്പൊ ഇവിടെ റൺ റേറ്റിന്റെ ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല. ബോളുകൾ ഒരുപാട് കിടക്കുന്നു. അവൻ കുറെ കാലം കൊണ്ട് അവൻ ഫോം ഔട്ടാണ്. അവന് ഫോമിലേക്ക് വരാനുള്ള ഒരു അവസരമാണ്. അവന് സെഞ്ചുറി കിട്ടി കഴിഞ്ഞാൽ ബാക്ക് ടു ഫോം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ ഫോം ഔട്ടായിരുന്നു. രോഹിത് ശർമ്മ റീസെന്റ് ആയിട്ടാണ് ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് ഫോമിലേക്ക് വരുന്നത്. അവിടെ രോഹിത് ശർമ്മ ഇന്നും കളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കോഹ്ലി വീണ്ടും സെഞ്ചുറിയിലേക്ക് പോകുന്നില്ല. ആ ഒരു കോൺഫിഡൻസ് കുറവ് അവൻ ഉണ്ടായിരുന്നു. അതിലോട്ട് വരാൻ വേണ്ടി അതല്ലേ ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് വേണ്ടിയല്ലേ? നാളത്തെ കളിക്ക് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടല്ലേ? നീ എന്തിന്റെ ഈ അഹങ്കാരം കാണിക്കുന്നത്, ഈ കുശുമ്പ് കാണിക്കുന്നത്? നീ ആരുടെ ദൈവമായിട്ടാണ് തന്നെ പോയത്, മനസ്സിലായോ? അപ്പൊ പിന്നെ ഇവൻ 4 അടിച്ചപ്പോഴേ ഈ പറയുന്ന വിരാട് കോഹ്ലി ചിരിച്ചേണ്ട, ഒരു ചിരി ആടി. കാരണം
അവൻ സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം അടിച്ചാണ്. അവൻ മനഃപൂർവ്വമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് അറിയാതെ ഒന്നുമില്ല, മനഃപൂർവ്വം അവൻ സെഞ്ചുറി അടിക്കല് എന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവൻ ഈ വിരാട് കോഹ്ലിയുടെ കൂടെ മാത്രമല്ല, അവന്റെ ഓപ്പോസിറ്റ് ആര് നിൽക്കട്ടെ, ഈ പറഞ്ഞ സെഞ്ചുറിയുടെ വക്കത്ത് ഇവൻ ഇറങ്ങി വരണമെങ്കിൽ ഇവൻ കുറെ പോര് കാണിച്ചിട്ട് പോകും. ഇതാണ് ഇവൻ എനിക്ക് കണ്ണെടുത്താ കണ്ടുവിടാത്തത്. ഈ പറയുന്ന പിന്നെ ഹാർദിക് പാണ്ഡ്യ അവിടെ നിൽക്കട്ടെ, നിനക്കുള്ള വേറൊരു വീഡിയോ തരേണ്ടതാണ് നല്ലത്. എന്തായാലും അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു, ഈ പാകിസ്ഥാൻ 241 റൺസ് അടിച്ചു. 49.4 ഓവർ അവര് ബാറ്റ് ചെയ്തു. അങ്ങനെ ആൾ ഔട്ട് ആയിപ്പോയി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ വെറും 42.3 ഓവർ, ഏതാണ്ട് 7 ഓവർ മിച്ചം കിടക്കുന്നു അല്ലെ. 244 റൺസ് അടിച്ചു. 4 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസ് അടിച്ചു. നമ്മുടെ സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ, സ്കോർ കാർഡ് കാണാം, ചിരിക്കാൻ എന്താ പറയാ, പാകിസ്ഥാന്റെ സ്കോർ ബോർഡ് നോക്കി കഴിഞ്ഞാൽ പിന്നീട് 10 റൺസിൽ പോയി. പിന്നീട് ബാബർ ആസം കൊട്ടിയൊക്കെ പിന്നീട് ആദ്യം കുറെ കൊട്ടി പിന്നെയൊക്കെ 1-2 ക്ലാസിക് ഷോട്ടൊക്കെ അടിച്ചുകൊണ്ട് തിരിച്ചു വരാൻ നോക്കി. അവിടെ ഹാർദിക് പാണ്ഡ്യ എന്തൊക്കെ പറഞ്ഞാലും നീ നല്ലൊരു ക്രിക്കറ്റ് ഒന്നും സൂപ്പറായിട്ട് എറിഞ്ഞില്ലെന്ന്. പക്ഷെ ഈ അഹങ്കാരം, ഈ കുശുമ്പ്, ഇതാണ് നിന്നെ ഇല്ലാതാക്കുന്നത്, ചീത്ത വിളിച്ചു പോകുന്നത്. അങ്ങനെ ബാബർ ആസമിന്റെ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ എടുത്തു. അതിനുശേഷം ഈ പറയുന്ന പിന്നെ ഷക്കീലും ഈ പറയുന്ന മുഹമ്മദ് റിസ്വാനും കൂടി വന്ന് അവരുടെ ഒരു പാർട്ണർഷിപ്പ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 100 റൺസിൽ കൂടുതൽ പാർട്ണർഷിപ്പ് അവരടിച്ചു. അതാണ് ഇമാർക്ക് ഒരു നെടുന്തൂണായി വന്നത്. പിന്നീട് അവർ ആക്രമിച്ച് കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, റിസ്വാന്റെ ഔട്ട്, അക്ഷർ പട്ടേലിനെ 6 അടിക്കാൻ കയറി ബൗൾഡായി പോയി. ആ റിസ്വാന്റെ ഔട്ടാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. ഉടനെ തന്നെ പിന്നെ അതിനുശേഷം പറ വിക്കറ്റ് വീണു. പിന്നെ ഷക്കീലും വീണു. പിന്നീട് ആക 19, താഹിർ 4, പിന്നെ കേശവ് അവൻ വന്നൊരു 38 റൺസ് അടിച്ചു കേട്ടോ. പിന്നെ 39 ബോളിൽ 2 6 ഒക്കെ അടിച്ചുകൊണ്ട് 38 റൺസ്. വേറെ ആരും അടിച്ചില്ല. അഫ്രീദി 0. അങ്ങനെയായിരുന്നു. പിന്നെ ബൗളിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഷമിക്കുന്ന 1 വിക്കറ്റും കിട്ടിയില്ല. ഹർഷത് റാണയ്ക്ക് 1 വിക്കറ്റ് കിട്ടി. ഹാർദിക് പാണ്ഡ്യയാണ് ഏറ്റവും കൂടുതൽ കിടിലമായിട്ട് എറിഞ്ഞതെന്ന് പറയാൻ കാരണം 8 ഓവർ എറിഞ്ഞപ്പോൾ വെറും 31 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 2 നിർണായക വിക്കറ്റുകൾ തള്ളിയിട്ടു കേട്ടോ. പിന്നീട് പട്ടേലിന് 1 വിക്കറ്റ് കിട്ടി. പിന്നീട് നമ്മുടെ കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. ടോപ്പ് വിക്കറ്റ് ടേക്കർ കുൽദീപ് യാദവ് ആയിരുന്നു. എനിക്ക് 3rd സ്പെല്ലിലാണോ ഈ 3 വിക്കറ്റും കിട്ടിയതാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ ജഡേജയ്ക്കും 1 വിക്കറ്റ് കിട്ടി. അങ്ങനെ എല്ലാം കൂടി കഷ്ടിച്ച് എന്ത് ചെയ്തു, 241 റൺസ് അടിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ഒന്ന് നോക്കിയ രോഹിത് ശർമ്മ, പഴയ ഫോമിൽ തന്നെ രോഹിത് ശർമ്മ അടിച്ച് തുടങ്ങി. 15 ബോളുകൾ നേരിട്ടുകൊണ്ട് 20 റൺസ് അടിച്ചിട്ട് ഒരു 6, 3 4 ഒക്കെ അടിച്ചു. അവൻ ഔട്ടായ ബോൾ പറയട്ടെ, ഒരു കിട്ടില്ല യോർക്കായിരുന്നു. അഫ്രീദിയുടെ യോർക്കറിൽ പിന്നെ ഔട്ടായി. പിന്നെ ശുഭം ഗില്ല് പഴയതുപോലെ തന്നെ എന്ത് ചെയ്തു, കിട്ടില്ലമായി തന്നെ ആ ഫോം വീണ്ടും ശുഭം ഗില്ല് തുടർന്നു എന്നുള്ളതാണ്. ശുഭം ഗില്ലിന്റെ ഔട്ട് നോക്കിക്കഴിഞ്ഞാലും അതും അതുപോലെ തന്നെ ഒരു അൺപ്ലേയബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഒരു കളിക്കാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഒരു ബോളി ബൗൾഡ് ആയിക്കൊണ്ട് 46 റൺസ് അടിച്ച് 52 റൺ ബോളുകൾ നേരിട്ടുകൊണ്ട് 7 4 അടിച്ചോ. പിന്നെയാണ് കിങ് കോഹ്ലി, വിരാട് കോഹ്ലി വരുന്നത്. ഈ കളിയിൽ സത്യം പറഞ്ഞാൽ 111 ബോളുകൾ നേരിട്ടുകൊണ്ട് 100 റൺസാണ്, 7 4 അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇന്നിങ്സ് നോക്കി കഴിഞ്ഞാൽ ഒരു ലൈഫും ഇല്ല, ഒരൊറ്റ ലൈഫും ഇല്ല. ഒന്ന് എഡ്ജടിച്ച് പോയാൽ ലൈഫല്ല, അവന്റെ ആരുടെ വന്ന് വീണൊന്നുമില്ല. അപ്പം ഒരു ലൈഫും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് സൂപ്പറായിട്ട് 1-2 കവർ ഡ്രൈവ്, പഴയ കവർ ഡ്രൈവും സ്ട്രേറ്റ് ഡ്രൈവും ഒക്കെ ഇന്ന് പറ കാണാൻ സാധിച്ചു. അങ്ങനെ 100 റൺസ് അടിച്ചുകൊണ്ട് ഇന്ത്യയുടെ നെടുന്തൂണായി നോട്ട് ഔട്ട് ആയി നിന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു താരമുണ്ട്, ശ്രേയസ് അയ്യർ. അപാര ഫോമിലാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. 67 ബോളുകൾ നേരിട്ടുകൊണ്ട് 56 റൺസ് എടുത്ത് ഒരു പടുകൂട്ടൻ 6. എന്റെ അമ്മയെ 1.5 6 ആയിരുന്നു കേട്ടോ. ആ 6 എന്ന് പറഞ്ഞാൽ 1.5 6 ആയിരുന്നു. 102 മീറ്റർ ഉണ്ട് അത് പോയായിരുന്നു. 5 4 അടിച്ചു. ഹാർദിക് പാണ്ഡ്യ അവന്റെ മുട കാണിച്ചു. അവൻ വന്ന 6 ബോളുകൾ നേരിട്ട് ഒരു 4, പിന്നീട് എന്തൊക്കെ ഒരു 4 അടിച്ചു. അങ്ങനെ 8 റൺസ് അടിച്ച് ദൈവം തന്നെ പറഞ്ഞു വിട്ടു. അക്ഷർ പട്ടേൽ പാവം വന്ന് ഓരോ സിംഗിളൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഈ പറയുന്ന കോഹ്ലിക്ക് അടിക്കാനുള്ള അവസരം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു. അടിക്കണമെങ്കിൽ അടി. ഓരോ സിംഗിൾ എടുക്കുമ്പോഴും ആ ഗാലറിയിലുള്ള ആരവൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അത്രയ്ക്ക് ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചിരുന്നു കിങ് കോഹ്ലി ഒരു സെഞ്ചുറി അടിക്കട്ടെ എന്നുള്ളത്. പക്ഷേ കൂടെ സഹവാസിയായ കൂടെ കളിക്കുന്ന ഹാർദിക് പാണ്ഡ്യക്ക് ആ വിചാരമില്ലായിരുന്നു. എനിക്ക് ആ ടീമിൽ ആ ഒരു വിചാരം ഇല്ലായിരുന്ന ഒരേ ഒരു വ്യക്തി ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും തോന്നുന്നു. അഫ്രീദിക്ക് 2 വിക്കറ്റ് കിട്ടി. പിന്നെ വേറെ ഒന്നും നോക്കുന്നുണ്ട്, അഹമ്മദിന് 1, കേശായിക്ക് 1. ഇത്രയായിരുന്നു സംഭവം. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാകിസ്ഥാൻ വെളിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ പുറത്തു പോയിട്ടുണ്ട്. ഇന്ത്യ സെമിയിലായിട്ടുണ്ട്. ഇനി പാകിസ്ഥാൻ ന്യൂസിലൻഡുമായിട്ട് ഇനി ബംഗ്ലാദേശുമായിട്ടല്ലേ ഒരു കളി. ബംഗ്ലാദേശ് മുഖ്യമായും പാകിസ്ഥാൻ ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോ എന്തായാലും പാകിസ്ഥാൻ എന്തായാലും വെളിയിലായിട്ടുണ്ട്. ഇന്ത്യ സെമി ഫൈനലിലേക്ക് കയറുന്നത് നമ്മുടെ കിങ് കോഹ്ലി
തിരിച്ചു വന്നിരിക്കുന്നു. 51ാമത്തെ സെഞ്ചുറി. അങ്ങനെ ഇനി അങ്ങോട്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ കിങ് കോഹ്ലിയുടെയും ഈ പറയുന്ന നമ്മുടെ രോഹിത് ശർമ്മയുടെയും ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലേക്ക് തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.